السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الحمد لله. നമ്മൾ തജ്വീദിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലാണ് അല്ലേ? അപ്പോൾ ഇനി നമുക്ക് കുറച്ച് റൂൾസുകളൊക്കെ പഠിച്ചു തുടങ്ങണ്ടേ? ഇൻഷാ അല്ലാ നമ്മൾ ഇന്ന് ഒരു പ്രധാനപ്പെട്ട റൂള് പഠിച്ചുകൊണ്ട് തുടങ്ങാണ്. അത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് അതിൻ്റെ രണ്ട് ഭാഗങ്ങളുള്ളത്. നമ്മളതിൻ്റെ ഡെഫിനേഷൻ പഠിച്ചു, അതാഉ കുല്ലു ഹർഫിൻ ഹഖഹു വ മുസ്തഹഖ അല്ലേ? എങ്ങനെയാണ് കൃത്യമായി റൈറ്റ് കൊടുത്തുകൊണ്ട് ഓതുക? രണ്ട് എലമെൻറ്റുകളാണ് തജ്വീദിലുള്ളത്. ഒന്ന് അതിൻ്റെ മഖാരിജുൽ ഹുറൂഫ് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും, ഹൗ ടു പ്രൊനൗൺസ് എന്നത് വളരെ പ്രധാനമാണ് അല്ലേ? ഹൗ ടു പ്രൊനൗൺസ് എന്നത് അത് എല്ലാ ഭാഷയിലും നമുക്കത് കാണാൻ പറ്റും. അതിൽ നമുക്ക് ഓവർകം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മദർ ടങ് ഇൻഫ്ലുവൻസ് ആണ് അല്ലേ? നമ്മുടെ പാരായണത്തിലൊക്കെ ഒരു മദർ ടങ് ഇൻഫ്ലുവൻസ് വരാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു സ്ഥലത്ത് പോയി ഇംഗ്ലീഷ് സംസാരിക്കാൻ വിചാരിക്കുക. നമ്മൾ ചിലപ്പോൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും, എനിക്ക് ഇംഗ്ലീഷ് അറിയാം, ഞാൻ ഭയങ്കര ഫ്ലുവൻ്റാണ്, ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അല്ലേ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. പക്ഷെ ആളുകൾ മുമ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആളുകൾ ചോദിക്കും, നിങ്ങൾ അറിയാമല്ലോ, നിങ്ങൾ മലയാളിയല്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മദർ ടങ് ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ അറബ്സ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന കേട്ടാൽ അവരുടെ ഇംഗ്ലീഷ് കുറച്ചൊരു അറബ് ചുവയുള്ള നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഖുർആൻ റെസിറ്റേഷനിൽ ഇതിനൊക്കെ നമുക്ക് മറികടക്കാൻ പറ്റും. അറബികളേക്കാൾ അറബി ഭാഷയിൽ ഉന്നതരായ എത്രയോ നോൺ അറബ്സിനെ നമുക്ക് കാണാൻ കഴിയും. ഖുർആൻ പാരായണത്തിൽ പ്രത്യേകമായിട്ട് അള്ളാഹുവിൻ്റെ ഒരു ബ്ലെസ്സിങ് നമുക്കുണ്ടാവും. അപ്പോൾ നമുക്ക് ഒന്ന് വേണ്ടത് ഇതിൻ്റെ അക്ഷരങ്ങൾ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തേത് അതിൻ്റെ നിയമങ്ങളാണ്. ആ നിയമങ്ങൾ എന്താണ്? അക്ഷരങ്ങൾ ഇങ്ങനെ കൂടിച്ചേരുമ്പോൾ വരുന്ന നിയമങ്ങൾ. ഉദാഹരണം മാ അല്ലേ? മാ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ മാ എന്നാണ് സാധാരണ വായിക്കുക, പക്ഷേ അവിടെ ഹംസ വരാണ്. മദ്ദക്ഷരത്തിന് ശേഷം മാ, അതിന് നീട്ടാൻ വേണ്ടി അലിഫ്, അതാണ് മദ്ദക്ഷരം. അതിന് ശേഷം ഹംസ വരുമ്പോൾ എങ്ങനെയാണത് പാരായണം ചെയ്യുക? മാ വസ്സമാഇ വസ്സമാഇ അല്ലേ? ഇതാണ് അതിൻ്റെ നിയമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അതിൽ ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? അഹ്കാമുൻ നൂനു സാക്കിന വ തൻവീൻ. നൂൻ സാക്കിന തെൻവീൻ്റെ നിയമങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അഹ്കാമുൻ നൂനു സാക്കിന വ തൻവീൻ. വാട്ട് ഈസ് നൂൻ സാക്കിന? വാട്ട് ഈസ് നൂൻ സാക്കിന? നൂന് നമുക്ക് എല്ലാവർക്കും അറിയാലോ, അറബി ഭാഷയിൽ ഒരു അക്ഷരമാണ് നൂന്. ആ നൂനിന് സുക്കൂന് വരുമ്പോഴാണ് നൂൻ സാക്കിന എന്ന് പറയുക. അപ്പോൾ നമ്മൾക്ക് എപ്പോഴാണ് സുക്കൂന് വരിക? അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അറബിയിൽ എത്ര ഹർക്കത്ത് ഉണ്ട് അറിയോ? അറബിയിൽ എത്ര ഹർക്കത്ത് ഉണ്ട്? ഹൗ മെനി ഹർക്കത്സ് ആർ ദെയർ ഇൻ അറബിക് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമുക്ക് മൂന്നാണ് പ്രധാനമായി കാണാൻ പറ്റുക. ഏതൊക്കെയാണ്? ഫതഹ്, കെസർ, ലൊമ്മ, അല്ലെങ്കിൽ ഫത്ഹ, കെസറ, ലൊമ്മ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ സുക്കൂൻ എന്താണ്? ഈ ഫതഹോ കെസറോ ലൊമ്മോ ഇല്ലാത്ത അവസ്ഥക്ക് എന്ത് പറയാം? സുക്കൂൻ എന്ന് പറയാം. അത് എംറ്റി ആയിട്ടുള്ള ഒന്നാണ് സുക്കൂൻ. ഫതഹോ കെസറോ ലൊമ്മോ ഇല്ലാത്ത അവസ്ഥക്ക് എന്ത് പറയാ? സുക്കൂൻ എന്ന് പറയാം. അപ്പോൾ അറബിയിൽ എത്ര ഹർക്കത്തുള്ളത്? 3 ഹർക്കത്തുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ ആ ഈ സുക്കൂന് വരുന്ന സന്ദർഭത്തിൽ അവിടെ നൂനിന് സുക്കൂന് വരികയും അതിനുശേഷം അറബി ഭാഷയിലെ അക്ഷരങ്ങൾ സാധാരണ 28 ലെറ്റേഴ്സ് എന്നാണ്, 29 എന്ന അഭിപ്രായമുണ്ട്. ആ അക്ഷരങ്ങൾ വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? റൂളുകൾ മാറും. ഡിയർ ഫ്രണ്ട്സ്, ഇറ്റ് ഈസ് വെരി സിമ്പിൾ. എങ്ങനെയാണത്? നൂന് സുക്കൂനോട് വരുന്നു വിചാരിക്കുക, എന്നാൽ ഫതഹോ കസ്റോ ലൊമ്മോ ഇല്ല. അതിനുശേഷം അറബി ഭാഷയിലെ കുറേ അക്ഷരങ്ങളുണ്ട്. ആ അക്ഷരങ്ങളിൽ ചിലത് വരുന്നതിനനുസരിച്ച് എന്ത് ഇങ്ങനെ വ്യത്യസ്ത നിയമങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കും. എന്നുവെച്ചാൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഓരോന്ന് മനസ്സിലാവും. പിന്നെ നമുക്ക് വേണ്ടത് തൻവീൻ. തൻവീൻ ശരിക്കെന്ന് വെച്ചാൽ ആക്ച്വലി അത് നൂൻ സാക്കിനെയാണ്. നമ്മൾ കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഉദാഹരണം കിതാബുൻ, ഖലമുൻ എന്ന് കേട്ടോക്ക്. കിതാബുൻ, ബു, പിന്നെ നൂൻ സാക്കിന എന്നാണ് നമുക്ക് കേൾക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത് അല്ലേ? കിതാബുൻ, ഖലമുൻ. അപ്പം എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതെന്താണ്? നൂൻ സാക്കിനെയാണ്. പക്ഷെ എന്താ സംഭവിക്കുന്നത്?
അത് തെൻവീനായിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ ഈ നൂൻ സാക്കിനക്കും തെൻവീനും ഒരേ പ്രൊണൗൺസിയേഷൻ ആണല്ലോ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്? പ്രൊണൗൺസിയേഷൻ. എങ്ങനെ എഴുതുന്നതിനേക്കാൾ എങ്ങനെ ഉച്ചരിക്കുന്നതാണല്ലോ ഖുർആൻ പാരായണത്തിൽ പ്രധാനം. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടിനും ശേഷം അറബിയിൽ അക്ഷരങ്ങൾ വരുന്നതിനനുസരിച്ച് ഒരേ നിയമങ്ങളെ വരിക. നൂൻ സാക്കിനക്കും തെൻവീനും ശേഷം ഇന്ന ലെറ്റർ വന്നാൽ ഇന്ന നിയമം. അതുപോലെ എല്ലാ അക്ഷരങ്ങളെയും ഈ അർത്ഥത്തിൽ നൂൻ സാക്കിന തെൻവീന് ശേഷം വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? നമ്മൾ നിയമങ്ങൾ കണക്കാക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് തജ്വീദിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബേസ് എന്ന് പറയുന്നത്, അഹ്കാമുൻ നൂനു സാക്കിന വത്തൻവീൻ. ഇനി നമ്മൾ ഇതിൽ തന്നെ നമ്മൾ പഠിക്കുമ്പോൾ നൂൻ സാക്കിനക്ക് ശേഷം വരുന്ന ലെറ്ററുകൾ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? വ്യത്യസ്ത നിയമങ്ങളുണ്ടാവും. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന രീതി വളരെ പ്രധാനമാണ്. അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നതിൽ വ്യത്യസ്തമായിട്ടുള്ള ഓപ്ഷനുകൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ജൗഫ്, അക്ഷരങ്ങൾ ഉത്ഭവ സ്ഥാനങ്ങൾ, മഖാരിജുൽ ഹുറൂഫ്, ആർട്ടിക്കുലേഷൻ പോയിന്റ്. നമ്മുടെ ജൗഫ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ചെസ്റ്റിൻ്റെ ഭാഗം നമുക്ക് പറയാൻ പറ്റും. ശരിക്കും ഇവിടുന്ന് വരുന്ന ലെറ്റേഴ്സ്. അതേപോലെ തന്നെ വേറെ എന്താ ഉള്ളത്? നമ്മുടെ ലിസാൻ എന്ന് പറഞ്ഞാൽ നാവിൽ നിന്ന് വരുന്ന ലെറ്റേഴ്സ് ഉണ്ട്. നാവിൽ നിന്ന് വരുന്ന ലെറ്റേഴ്സ് അത് ആർട്ടിക്കുലേഷൻ പോയിന്റ് ആയിട്ടുള്ള. പിന്നെ എന്താ ഉള്ളത്? നമ്മുടെ ത്രോട്ട്, ഹുറൂഫുൽ ഹൽഖ് എന്ന് പറയും. ത്രോട്ട് ലെറ്റേഴ്സ് ഒരു 6ഓളം അക്ഷരങ്ങൾ അങ്ങനെ വരുന്നുണ്ട്. പിന്നെന്താ വരുന്നത്? ഷഫത്താൻ, 2 ചുണ്ടുകൾക്കിടയിൽ വരുന്ന ലെറ്റേഴ്സ് ഉണ്ട്. പിന്നെന്താ വരുന്നത്? ഖൈഷൂം എന്ന് വെച്ചാൽ തരിമൂക്ക് എന്ന ലെറ്റേഴ്സ് ഉണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള മഖാരിജുൽ ഹുറൂഫ്, ആർട്ടിക്കുലേഷൻ പോയിന്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ തന്നെ ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പഠിക്കുന്ന ഒരു മെത്തേഡിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോ സന്ദർഭത്തിലും ചില ആർട്ടിക്കുലേഷൻ പോയിന്റ് നമുക്ക് പറഞ്ഞു പോകാം. പഠിക്കുന്നതിനിടയ്ക്ക് നമുക്ക് അതിൻ്റെ റെസിറ്റേഷൻ പോയിന്റുകളൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഒന്ന് പ്രാക്ടിക്കൽ മെത്തേഡിലൂടെ പോകാം. എന്നിട്ട് നമുക്ക് അങ്ങനെ ഖുർആൻ പഠിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അഹ്കാമുൻ നൂൻ സാക്കിന വത്തൻവീൻ ആണല്ലോ. ആ അഹ്കാമുൻ നൂൻ സാക്കിന വത്തൻവീനിലെ ആദ്യത്തെ നിയമത്തെക്കുറിച്ചുള്ള ഒരു ഇൻട്രോ മാത്രം ഇപ്പോൾ തരാം. ആദ്യത്തെ നിയമം എന്താണ്? ഇൽഹാർ. ആ ഇൽഹാർ എന്ന ലെറ്റേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ ഹുറൂഫുൽ ഹൽക്കിൽ വരുന്ന 6 അക്ഷരങ്ങൾ, തൊണ്ടയിൽ നിന്ന് വരുന്ന 6 അക്ഷരങ്ങൾ എന്താണ്? അത് ഇൽഹാറിൻ്റെ അക്ഷരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. തൊണ്ടയിൽ നിന്ന് 6 അക്ഷരങ്ങൾ. അതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൊണ്ടയുടെ 3 ഭാഗങ്ങളെ നമുക്ക് വേർതിരിക്കാൻ പറ്റും. ഒന്ന് തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം. ആ അക്ഷരങ്ങൾ ആദ്യം പറയാം. ഹംസ, ഹ, ഐൻ, ഹ, ഗൈൻ, ഖ. അത് നമ്മൾ തൊണ്ടയുടെ അടിയിൽ നിന്ന് വരുന്നത് ഹംസ, ഹ. അത് നമ്മൾ സുക്കൂന് കൊടുത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമുക്കൊന്നും കൂടി ക്ലാരിറ്റി കിട്ടും. ഇ, ഹ്, ഐൻ, ഹ. എങ്ങനെ വരിക? ഐ, ഹ്, ഗൈൻ, ഖ, ഗ്, ഖ്. അല്ലേ? ഈ 6 അക്ഷരങ്ങളാണ് ഹുറൂഫുൽ ഹൽഖ് എന്ന് പറയുന്നത്, ത്രോട്ട് ലെറ്റേഴ്സ്. ഈ ത്രോട്ട് ലെറ്റേഴ്സ് തന്നെയാണ് എന്തിൽ വരുന്നത്? അറബിയിൽ അഹ്കാമുൻ നൂൻ സാക്കിന വത്തൻവീന് ശേഷം വരുന്ന ഇൽഹാർ എന്ന അറബിയിൽ പ്രയോഗിക്കുന്ന വെളിവാക്കുക എന്ന് ക്ലിയറായി പറയുക എന്നർത്ഥമുള്ള ഇൽഹാർ എന്ന നിയമത്തിൽ വരുന്നതാണ് ഈ 6 അക്ഷരങ്ങളാണ്. അപ്പോൾ ഈ 6 അക്ഷരങ്ങളെ പ്രൊനൗൺസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നൂൻ സാക്കിന തെൻവീൻ, നമ്മളതല്ല പറഞ്ഞത്. നൂൻ സാക്കിന തെൻവീന് ശേഷം ഈ 6 അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വളരെ ക്ലിയർ ആയിട്ട് പ്രൊനൗൺസ് ചെയ്യും. അവിടെ നിന്ന് എന്ത് ചെയ്യില്ല? ഒന്നും ഹൈഡ് ചെയ്യുകയോ ഒന്നും മണിക്കുകയില്ല. വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പ്രൊനൗൺസ് ചെയ്യും. ഡിയർ ഫ്രണ്ട്സ്, ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഞാൻ ഇങ്ങനെ കുറച്ച് പറയുമ്പോൾ കോംപ്ലിക്കേഷൻ ഫീൽ ചെയ്യുമെങ്കിലും വെരി സിമ്പിളാണ്. നൂൻ സാക്കിന തെൻവീൻ ഖുർആനിൽ എവിടെയെങ്കിലും വരുന്നു നോക്കുക. അതിനുശേഷം ഹംസ, ഹ, ഐൻ, ഹ, ഗൈൻ, ഖ, ഈ 6 അക്ഷരങ്ങൾ ഏതെങ്കിലും വന്നിട്ടുണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിൽ നൂൻ സാക്കിന വത്തൻവീൻ വെരി ക്ലിയർ ആയിട്ട് നമ്മൾ പ്രൊനൗൺസ് ചെയ്യും. ഈ അക്ഷരങ്ങൾ നമ്മൾ ക്ലിയർ ആയിട്ട് പ്രൊനൗൺസ് ചെയ്യും. 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എന്താണ്? ഹംസക്ക് ഒരു ഉദാഹരണം പറയാം. മൻ ആമന, മൻ ആമന. ക്ലിയർ അല്ലേ? മൻ ആമന. ഒന്നും മണിക്കുന്നില്ല, ഒന്നും ഹൈഡ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഹാക്ക് ഉദാഹരണം പറയാം. മിൻഹാദ്, മിൻഹാദ്. ഇനി ഐൻ ഉദാഹരണം പറയാം. മിൻ അദാബ്, മിൻ അദാബ്. ഇനി ഹാക്ക് ഉദാഹരണം. മിൻ ഹൈതു, മിൻ ഹൈതു.
അല്ലെങ്കിൽ ഗൈൻ ഉദാഹരണം മിൻ ഗിൽ, മിൻ ഗിൽ ഗ. ഇനി ഖാക്ക് ഉദാഹരണം മൻ ഖലഖ, മൻ ഖലഖ. അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും മണിക്കൊന്നും ഹൈഡ് ചെയ്യൊന്നുമില്ല. എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ ക്ലിയർ ആയിട്ട് പ്രൊനൗൺസ് ചെയ്യുക. അതാണ് ഇൽഹാർ എന്ന് പറഞ്ഞാൽ. ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഇന്ന് ഫോക്കസ് ചെയ്യേണ്ട പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂൺ സാക്കിനൊക്കും തെൻവീനു ശേഷം ഹുറൂഫുൽ ഹൽക്ക്, ത്രോട്ട് ലെറ്റേഴ്സ് ആയ 6 അക്ഷരങ്ങൾ വന്നാൽ വെരി ക്ലിയർ ആയിട്ട് നമ്മൾ പ്രൊനൗൺസ് ചെയ്യാം. ഒരാൾ ഇങ്ങനെ ഓതാണ്, കുറച്ചും കൂടി ഇഖ്ലാസ് കൂടിയിട്ട് മൻ ആമന, അത് ശരിയാവില്ല. മറിച്ച് എങ്ങനെയാണ് മൻ ആമന. അല്ലെങ്കിൽ നാറുൻ ഹാമിയ യൗമഇദിൻ ഖാശിഅ, അല്ലേ? വെള്ളിയാഴ്ച പോകുന്നൊരു സുഹൃത്തല്ലേ, ഹൽ അതാക ഹദീസുൽ ഗാശിയ വുജൂഹു യൗമഇദിൻ ഖാശിഅ, വുജൂഹു യൗമഇദിൻ ഖാശിഅ. അപ്പം അങ്ങനെ ക്ലിയർ ആയിട്ട് നമ്മൾ പ്രൊനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മനോഹരമായിരിക്കും നമ്മുടെ റെസിറ്റേഷൻ. അതുകൊണ്ട് എല്ലാവരും ആ രീതിയിൽ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. എക്സാമ്പിളുകൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി തജ്വീദ് പഠിച്ച് ഖുർആൻ പാരായണം ചെയ്ത് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.